ഡ്രൈവർ ആലോചിക്കുകയായിരിക്കും എവിടോട്ടേലും ചെന്ന് കയറിയാലോ എന്ന്. അതെ, നമുക്ക് വെൽക്കം ചെയ്യാം പ്രിയദർശിനി. കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ ഓർഡിനറി ബസ് യാത്ര തരംതിരിച്ചിട്ടുണ്ട്. ചെന്ന് സൂപ്പർ ഫാസ്റ്റിലൊന്നും കയറരുത്. ഓക്കെ, ഒരു മാറ്റമല്ലേ എനിക്ക് മൊത്തത്തിൽ. ഞാനൊന്ന് തെളിഞ്ഞു, താടിയൊക്കെ ഒന്ന് കളഞ്ഞു. ജീവിതത്തിന്റെ പുതിയ ഒരു വഴിത്തിരിവിലേക്ക്. കല്യാണമാണ്, കൂട്ടുകാരന്റെ കല്യാണമാണ് അടുത്ത ആഴ്ച. എന്നെ കല്യാണം ഞാൻ കഴിക്കാൻ വന്നിരിക്കുക. നമുക്ക് വെൽക്കം ചെയ്യാം പ്രിയദർശിനി. എൻ്റെ പൊന്നും പ്രിയദർശിനി എവിടെ? പ്രിയദർശിനി എന്ന് പറയുമ്പം ചില കാര്യത്തെ അടിപൊളിയാണ്. ഇതാണ്ട് ഇതുപോലെ. സന്തോഷമായി മോളെ. ഞാനൊക്കെ എൻ്റെ ഭർത്താവിന് സുഖമില്ലാത്ത ഭർത്താവാണ്. അപ്പോ ചില സമയത്ത് ഫുഡിനും കൂടി ഒരുപാട് കഷ്ടപ്പെടും. അപ്പൊ ഇങ്ങനെ ഒരു നല്ല നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ബസ് വിട്ട് തന്നപ്പോ ഗവൺമെന്റിനും നല്ല നന്ദി പറയുന്നു. എനിക്ക് ആ 3000 രൂപ കൊണ്ട് എന്റെ കെട്ടിയവന് മരുന്ന് മേടിച്ചു കൊടുക്കാൻ എനിക്ക് വളരെ സന്തോഷമായി. ഇതൊരു പി ആർ ആണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അതൊരു പി ആർ അല്ല. ചില കാര്യത്തിൽ അടിപൊളിയാണ്. അതേസമയം ഇവിടെ ഈ ഓർഡിനറി ചില ബസ്സുകളിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സൗകര്യം. ചെന്ന് സൂപ്പർ ഫാസ്റ്റിൽ കയറിയിട്ട് ഫ്രീ വേണം എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ഗവൺമെന്റിന്റെ സാമ്പത്തിക നിലയെ ബാധിക്കും. ഇതും ബാധിക്കും. ഇത് 800 കോടി എന്തോ കടം കൊടുത്തിട്ടുള്ള പരിപാടിയാണ് ഈ പരിപാടി തന്നെ. അത് 100 ദിവസം നിരീക്ഷണത്തിലാണ്. ഇതെങ്ങനെ ഇത് വർക്കൗട്ട് ആവുമോ ഇല്ലയോ. പുരുഷന്മാർ സമരത്തിലാണ്. പുരുഷന്മാർക്ക് നമുക്കും പറയാനുണ്ട്. നമുക്ക് ദേഷ്യം തന്നെയാണ്. നമുക്ക് മറ്റു വീഡിയോയിലേക്ക് പോകാം. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. അതൊക്കെ ഒരു സന്തോഷം. നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് കിട്ടിയ ഒരു ഭാഗ്യം. നിങ്ങൾക്ക് ഭാഗ്യങ്ങളുള്ള, നിങ്ങൾ പോരാന്നാണ് നിങ്ങൾ പറയുന്നത് കേട്ടോ. ഇനിയും വേണം എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മക്കൊന്നുമില്ല. അത്യാവശ്യം സാമ്പത്തികമുള്ള സജന പ്രൗഡ് ഓഫ് യു മൈ ഗേൾ. എന്റെ പ്രിയപ്പെട്ട സജന. അച്ഛന്മാരും അമ്മമാരൊന്നും ഇത് യൂസ് ചെയ്യരുത്. കാരണം നമ്മളെ പോലെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്രിക്കറ്റ് തുടങ്ങിയ സമയത്ത് എൻ്റെ യാത്ര തുടങ്ങുന്നത് തന്നെ KSRTCയിലാണ്. അപ്പോൾ നമ്മളുടെ എന്താ പറയുക, വലിയൊരു ഇനീഷ്യേറ്റീവാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച് അത്രയും ആൾക്കാരുണ്ട്. നമുക്കറിയാം, ഒരു ഗവൺമെൻറ് ഒരു പദ്ധതി നടപ്പിലാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുടെ എഫേർട്ട് ഉണ്ട്. അപ്പോൾ ആ എഫേർട്ടിനെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇത് ഒരുപാട് കാലം വിജയകരമായി മുന്നിലേക്ക് പോട്ടെ. നമുക്കറിയാം, വയനാട് പോലുള്ളൊരു ഒരുപാട് ആൾക്കാർ ബസ് കാശില്ലാതെ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇത് വലിയൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എനിക്കൊരു പറയാനുള്ളതെന്ന് വെച്ചാൽ, അത്യാവശ്യം സാമ്പത്തികമുള്ള ചേച്ചിമാരും അമ്മമാരൊന്നും ഇത് യൂസ് ചെയ്യരുത്. കാരണം നമ്മളെ പോലുള്ള തീരെ എന്താ പറയുക, സാമ്പത്തികം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഒരു യൂസ് ചെയ്യരുത്. ഇതിനെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. ഒരുപാട് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നിലേക്ക് പോവുക. സജന എന്റെ മുത്താണ് അവള്. ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഞാൻ ഇത്രയും അവൾ എന്നൊക്കെ വിളിക്കുമ്പം തെറ്റിദ്ധരിക്കരുത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ ഞാൻ ഹൃദയത്തിൽ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന പെൺകുട്ടിയാണ്. ഞാൻ അവളൊന്ന് വിളിക്കുന്നുണ്ട്, അവൾ എന്നെ ചേട്ടനായിട്ട് കാണുന്നു എന്നുള്ള എനിക്കൊരു ഉറപ്പുള്ളത് കൊണ്ടാണ്. ആ ഒരു ചിന്താഗതി ഗംഭീരമാണ്. പൈസയുള്ള സ്ത്രീകൾ നിങ്ങൾ മറ്റു ബസ്സുകൾ തിരഞ്ഞെടുത്താൽ നിങ്ങൾ മാസാകുന്നു. ഈ ഒരു പദ്ധതിയെ നശിപ്പിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെയാണ് ഉപകാരമില്ലാതാവുന്നതെന്ന് ശ്രദ്ധിക്കുക. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾക്ക് കിട്ടാത്തത് നിങ്ങൾക്ക് കിട്ടുമ്പം ഇച്ചിരി കുശുപ്പൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നമുക്ക് മറ്റു വീഡിയോയിലേക്ക് പോകാം.
നാട്ടുകാരെ ഇളകി നിൽക്കുക. ചേച്ചിയെ ചുമ്മാരി ഒരാപത്തും വരുത്തല്ലേ. ചിരിക്കാൻ പാടില്ല. ചൂട് പായസം എന്തോ തല വീണത് പാവം. പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള പിള്ളേരായിരിക്കും. 100 മീറ്ററിലല്ലടാ മക്കളെ. എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലെക്സ് ഇതാ മക്കളെ. എല്ലാവരും ഇത് കാണും, എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പൈസ ഇല്ലെങ്കിൽ അവർ വെച്ചു, അവരാൾ കഴിയുന്ന രീതിയിൽ. ബീയിങ് ഗുഡ് ഈസ് നൗ എ ഡ്രീം. സ്വാമിയണ്ണൻ സഹായിക്കാൻ, സ്വന്തമായിട്ട് തട്ടുകട ഭക്ഷണം കഴിക്കാൻ, സ്വന്തമായിട്ട് ആംബുലൻസ് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും അത്യാവശ്യത്തിന് DGP ഡയറക്റ്റ് ബന്ധം, ഫണ്ണാവാൻ ഡാൻസ്, ചുമ്മാ തമ്മിത്തല്ല ഉള്ളിത്ത കൊണ്ട് നടക്കാനും പ്രണയിക്കാനുള്ള. ഇന്നലെ രാത്രി നിങ്ങളൊരു കളി കണ്ടാണ്. ഞാൻ ജീവിതത്തിൽ ഒരു ടീമും തോറ്റിട്ട് ഇങ്ങനെ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു ടീമും തോറ്റിട്ട് ഇങ്ങനെ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല നജ്മ. ഇന്നലെ കുറസാവോ എന്ന് പറയുന്ന ഒരു കൊച്ചു ദ്വീപ് ജർമ്മനിയോട് കളിക്കുന്നതിന് വേൾഡ് കപ്പിന്റെ വിഷൽ ഉണ്ടായിരുന്നു. അവർ തോറ്റത് 7-1. 7-1 തോൽക്കുന്നതിന് മുമ്പ് അവരുടെ ഹാഫ് ടൈം ഉണ്ടായിരുന്നു. ഇന്റർവെല്ലിന്റെ സമയത്ത് അവർ ഡഗ് ഔട്ടിലേക്ക് പോയി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി തിരിച്ചു വരുന്ന ദൃശ്യം കണ്ട അവരൊരു പിക്നിക്കിന് വരുന്നത് പോലെയാണ് തോന്നുന്നത്. പിക്നിക്കിന് വരുന്നത് പോലെ കുറസാവോ ടീമിലെ ഫുട്ബോൾ അംഗങ്ങൾ ഞാൻ ഇടയ്ക്കേറിയതാണെന്ന് വിചാരിക്കല്ലേ. ഞാൻ ആ കളി കണ്ടായിരുന്നു നേരിട്ട്. അവര് ആ ഇന്റർവെല്ല് കഴിഞ്ഞപ്പോൾ അത്രയും ഗോൾ കിട്ടിയിട്ട് അവർ ചിരിച്ചു വരുന്നത് ഞാനും കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതെന്തൊരു ടീം, ഇവരെന്താ ചിരിക്കുന്നേന്ന്. സോറി, വീണ്ടും വീഡിയോയിലേക്ക് വെക്കുക. ജർമ്മനിയെ പോലുള്ള ഒരു അധികായന്മാരെ നേരിട്ടിട്ട് 3-1 അവർ പുറകിലാണ്. അവരടിച്ച ആ ഒരു ഗോളിന്റെ സന്തോഷം ജർമ്മനി അടിച്ച 7 ഗോളും തൂക്കി നോക്കിയാലും കിട്ടാത്ത തരത്തിൽ കുറസാവോ ദ്വീപിലെ ആ ആളുകളുടെ ഫുട്ബോൾ പ്രേമികളെ ഗ്രൗണ്ടിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് അതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു. ലോകത്തിന്റെ മാപ്പിൽ ഈ ദ്വീപ് എവിടെയാണ്, കരീബിയൻ കടലുകളിലുള്ള ഈ ദ്വീപ് എവിടെയാണെന്ന് കണ്ടെത്താൻ. അത്ര ചെറിയ ഒരു സ്ഥലം, 444 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള സ്ഥലം. അവിടുത്തെ പോപ്പുലേഷൻ എത്രയെന്ന് അറിയോ? അവിടുത്തെ പോപ്പുലേഷൻ 1,60,000 ആളുകൾ. വോട്ടർമാരല്ല, അവിടുത്തെ താലൂക്കിലെ പോപ്പുലേഷൻ അല്ല, അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ പോപ്പുലേഷൻ അല്ല, ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ പോപ്പുലേഷൻ അല്ല, അവിടുത്തെ പോപ്പുലേഷൻ ആ രാജ്യത്തിന്റെ പോപ്പുലേഷനാണ്. ഒരു ഡച്ച് കോളനി ആയിരുന്ന ഒരു സ്ഥലത്ത് രാജഭരണത്തിന്റെ കീഴിലായിരുന്ന ഒരു കൊച്ചു കോളനി ലോകകപ്പിൽ 48 രാജ്യങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥലത്തേക്ക് കടന്നു വന്ന് ജർമ്മനിയോട് മത്സരിച്ച് ജർമ്മനി ആദ്യം അടിച്ച ഗോളിന് ഒരു ഗോൾ തിരിച്ചടിച്ച് അവർ ആ ക്രൗഡിനും ലോകത്തിനും നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ജോഗ്രഫിക്കൽ കൺഫൈൻമെന്റിന്റെ കാലമല്ല. മലപ്പുറത്ത് നിന്നോ തമനൂരിൽ നിന്നോ പോത്തുകല്ലിൽ നിന്നോ ഏത് ഗ്രാമാന്തരങ്ങളിൽ നിന്നും നിങ്ങളുടെ കഴിവിനോട് നീതി പുലർത്താൻ നിങ്ങൾ തയ്യാറായാൽ, നിങ്ങളുടെ അംബീഷനെ, നിങ്ങളുടെ ഡ്രീമിനെ പ്ലാൻ ആക്കി അതിന് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ, നിങ്ങൾ കമ്മിറ്റഡ് ആയാൽ, നിങ്ങൾ പാഷനേറ്റ് ആയാൽ, നിങ്ങൾ വീണുപോയാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുമെന്ന് ഉറച്ചു തീരുമാനിച്ചാൽ, ഞാൻ ഉറപ്പു പറയുന്നു, നാളെ തവനൂരിന്റെ മേൽവിലാസം ആരെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് എന്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും എന്നുള്ളത് ഈ സദസ്സ് നമ്മളോട് ഉറച്ചു പറയുന്നുണ്ട്. ഗംഭീരം. ഇത്രയും പോപ്പുലേഷനുള്ള അവർ വരെ വേൾഡ് കപ്പിലെത്തി. കോടാനുകൂടി ജനങ്ങളുള്ള നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. എത്തുമായിരിക്കും, എത്തട്ടെ. ഇതിനൊരു ചെറിയ പോരായ്മയും കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു, വീഡിയോ ഞാൻ തപ്പുന്നേ. മ്യൂസിക് വേണ്ട. പാവം പ്രൈവറ്റുകാരുടെ അവസ്ഥയാണ്. ആ വണ്ടികളിലൊന്നും ആരുമില്ല. തിങ്ങി നിറഞ്ഞാണ് KSRTC ബസ്സുകളിൽ സ്ത്രീകൾ പോകുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. പ്രൈവറ്റ് ബസ്സുകാർക്ക് ഇത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടാവും. അവരുടെ ബിസിനസ്സിനെ അത് ബാധിച്ചിട്ടുണ്ടാവും നല്ല രീതിയിൽ. ആ തിങ്ങി നിറഞ്ഞു പോകുന്ന വീഡിയോ കാണുന്നില്ല കേട്ടോ. അതൊന്ന് തപ്പട്ടെ. അതെ, ഭയങ്കരമായിട്ട് ആളുകൾ കുത്തി നിറഞ്ഞാണ് ബസ്സുകളിൽ പോകുന്നതെന്ന് തോന്നുന്നു. ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണേ, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലേ.
ഓ, ടോം ടിനി പുറയിൽ ഒരു ആടിനെയും പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ചർച്ചാ വിഷയങ്ങൾ. ഇപ്പാന്റെ പേര് ബ്ലാക്ക് ഡേ അഥവാ കറുത്ത ദിനം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു കറുത്ത ദിനം, അതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഷിപ്പേന കൊണ്ട് വരച്ചു എന്റെ ദിനം. ഞാൻ ഓർത്തുപോയി കഷ്ടകാലം എന്തിനെന്റെ മണ്ണിൽ. ഞാൻ തീർന്നു പോയെന്നോർത്ത നേരം ശിരസുകളിൽ സ്പർശനം. അതാരെന്നോർത്ത് എത്തി നോക്കി കണ്ട കാഴ്ച കഠിനം. ഞാൻ കണ്ടതെന്റെ അമ്മ എന്നെ നോക്കി മിഴികൾ നനയ്ക്കുന്നു. ഞാൻ ചോദിച്ചു, ഞാൻ ഇതിന് മാത്രം എന്തു പാപം ചെയ്തു അമ്മേ? കുംഭസാരമൊന്നുമല്ല, യോഗ്യനാവുകയുമില്ല. ചെയ്ത പാപം തോളിലേറ്റ നേരം തന്ന വേദന. ഞാൻ പിന്നിലേറ്റ കഷ്ടം, ഉള്ളിലുള്ളതൊക്കെയും മറന്നുപോയ നേരം. മാനം നീളെ പാറും എന്റെ ചിറകൊടിഞ്ഞ സ്വപ്നം. ചലനമറ്റ ദേഹിയായി ഞാൻ കണ്ടതല്ല ലോകമോഹ സത്യം. ഞാൻ പിന്നിലേറ്റ കഷ്ടം, ഉള്ളിലുള്ളതൊക്കെയും മറന്നുപോയ നേരം. മാനം നീളെ പാറും എന്റെ ചിറകൊടിഞ്ഞ സ്വപ്നം. ചലനമറ്റ ദേഹിയായി ഞാൻ കണ്ടതല്ല ലോകമോഹ സത്യം. The life I got, there some problems. ഉള്ളകത്തിൽ നൊമ്പരങ്ങളായി നനഞ്ഞ നേരം. എൻ മിഴികൾ അരുവിച്ചാല് പോൽ ഒഴുകിടുന്ന ദിനം. ഞാൻ ദൂരെ നിന്നു കണ്ടതെന്റെ നീടുന്ന ജീവിതം. പ്രതീക്ഷകൾക്കൊരസ്തമയം ഏകിടുവാനാർ. അധോഗതിയിൽ പെട്ടുപോയ ജീവിതങ്ങളേറെ. നിരാശ ഉള്ളിലാക്കി വെച്ചു ഏകനായ ഞാൻ തെരുവിൽ. അലഞ്ഞു നടന്ന നാളുകൾക്കൊരന്ത്യമില്ല പാരിൽ. ഞാൻ മുന്നിലേറ്റ കഷ്ടം, ഉള്ളിലുള്ളതൊക്കെ മറന്നു പോയ നേരം. മാനം നീളെ പാറും എന്റെ ചിറകൊടിഞ്ഞ സ്വപ്നം. ചലനമറ്റ ദേഹിയായി ഞാൻ കണ്ടതല്ല ലോകമോഹ സത്യം. ഞാൻ മുന്നിലേറ്റ കഷ്ടം, ഉള്ളിലുള്ളതൊക്കെ മറന്നു പോയ നേരം. മാനം നീളെ പാറും എന്റെ ചിറകൊടിഞ്ഞ സ്വപ്നം. ചലനമറ്റ ദേഹിയായി ഞാൻ കണ്ടതല്ല ലോകമോഹ സത്യം. ഗംഭീരം മോനെ, ഗംഭീരം. ഞാൻ ഇന്നലെ റിയാക്ട് ചെയ്ത ഒരു വീഡിയോ ആണിത്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ഒരു വീഡിയോ. അവൻ എവിടെ ഒരു വേടൻ്റെ സൗണ്ട് പോലെ തോന്നുന്നു. അവൻ പക്ഷേ ഭയങ്കര കഴിവുള്ള, ഭയങ്കര ചാൻസാണ് അവന്. നീ കയറി വരട്ടെ മുത്തേ, നീ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ആ ഒരു വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ശരിയാണ്, ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ആ സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ ഈ മമ്മു എന്ന് പറയുന്ന മാറി ഇങ്ങനെ തന്നെ ഇങ്ങനെ എന്താ തുടരും പിടിക്കാൻ. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതിരിക്കുന്ന കാരണം, പക്ഷെ ഇതിനെക്കുറിച്ചൊന്ന് പറയണം. അതായത് വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ അത് കേട്ടാൽ ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് നിങ്ങളത് എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഒരു പെൺകുട്ടിയാണ് അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉമ്മ, അല്ലെങ്കിൽ ആരായാലും ഇങ്ങനെ, ഇനിയിപ്പോൾ ഒരു ആൺകുട്ടി ആയിക്കോട്ടെ, ആര് കേട്ടാലും, അല്ലെങ്കിൽ ഒരു ഉപ്പയാണ് ഇത് കേൾക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം മോശമായ രീതിയിലാണ് ഇവരിത് ചിത്രീകരിച്ചതെന്നുള്ളത് ഞങ്ങളിത് കണ്ടിട്ട് സ്റ്റക്കായി നിന്നു. ആ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ഭാഗത്ത് ആരാണെങ്കിലും ഇവർ മാന്യമായിട്ടാണ് അത് ഡീൽ ചെയ്തത്. പകരത്തിന് പകരം ചെയ്യാനോ ഗ്യാങ് ഉണ്ടാക്കാനോ തെറി പറയാനോ നിന്നില്ല. നീറ്റായിട്ട് അത് ഹാൻഡിൽ ചെയ്തു. നല്ല അച്ഛനമ്മമാർക്ക് ജനിച്ചതിൻ്റെ ആ ഒരു ഗുണം, അതല്ലാത്തതിൻ്റെ ഗുണവും കാണിക്കുന്നു മറ്റു ചിലർ. രണ്ടുപേര് വന്ന് കയറി, അവർ ആ വണ്ടി കയറിയപ്പോൾ അവരൊരു സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞു, എനിക്കറിയത്തില്ല. ഒരു ഹോട്ടലിന്റെ കാര്യം പറഞ്ഞു, എനിക്കറിയത്തില്ല. ഞാൻ അറിയാണ്ട് ഞാൻ അവരോട് പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ഒരു പണി ചെയ്ത് അറിയാമെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അവർ ചോദിക്കുവാണ്, ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. വൈകുന്നേരം 7 മണി, ഒരു പറലങ്ങൾ കൂടുതൽ വണ്ടി പോയില്ല. അതിപ്പം വണ്ടി ഇവിടെ നിർത്തുകയും ചെയ്തു. ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിച്ചാൽ ജീവിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും കണ്ടാൽ കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുവിടാറുണ്ട്. പ്ലാന്റേഷൻ കിടന്നാണ് ഞാൻ ഓടുന്നത്. അപ്പം ഇങ്ങനെ ഒരു വയറിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കണ്ട നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അത് കണ്ടു. എന്തോരം ആൾക്കാരുണ്ട്. എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഞാനിത് കടമെടുത്തു. ഇല്ല, ബസ്സിലൊരു പാമ്പിടിച്ചവൻ മരിച്ചില്ലേ, അതുപോലെ മരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇവരുടെയൊക്കെ വിഷമം കാണാൻ പറ്റൂ. ബാക്കിയുള്ളവർക്ക് ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടാൽ മതി. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നോ എനിക്ക് ക്യാൻസർ ആണെന്ന്? അത് ഞാൻ പറഞ്ഞോ എനിക്ക് ക്യാൻസർ ആണെന്ന്? ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ പോയെന്ന് ഞാൻ ആരോടും വന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ ഏതോ ഇന്റർവ്യൂവിൽ കണ്ടല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റിയാക്ഷൻ ചെയ്തിട്ട്. അപ്പം ഇല്ലെങ്കിൽ അത്രയും സന്തോഷം. അങ്ങനെ ഒരു രോഗം ഉണ്ടാവാതിരിക്കട്ടെ. എന്താണെങ്കിലും അത് ശരിയാവട്ടെ. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. ഒരു പ്യൂബർട്ടി ബ്രൈഡിന് അതിൻ്റെ സ്കിൻ കെയർ ചെയ്യാനായിട്ട് വിളിച്ചിട്ട്
ഞാൻ പോയി ചെയ്ത വീഡിയോ ആണ്. അപ്പൊ കൊച്ചിനെ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പൊ കൊച്ചിന് ചെയ്ത് കഴിഞ്ഞപ്പോ കൊച്ചിന്റെ ഉമ്മ പറഞ്ഞു റിസൾട്ട് ഉണ്ടെങ്കിൽ എനിക്കും ചെയ്യണമെന്ന് പറഞ്ഞ് കൊച്ചിന്റെ ഉമ്മിക്ക് ചെയ്യുന്ന വീഡിയോ കാണിക്കും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയങ്ങൾ. ബസ്സുകളെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അപകടകരമായ ഒരു വാർത്തയുണ്ട്. ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികൾ കേരളത്തിലെമ്പാടും വലിയ അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഓട്ടോറിക്ഷക്കാരുടെ ടാക്സ് ഒഴിവാക്കി കൊടുക്കണം. ഓട്ടോയുടെ ഡീസൽ അടിക്കുന്ന, പെട്രോൾ അടിക്കുന്ന, ഗ്യാസ് അടിക്കുന്ന സെസ് ഗവൺമെന്റ് ബഡ്ജറ്റിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒഴിവാക്കി കൊടുക്കണം. കാരണം ഓട്ടോറിക്ഷ 2026 ഓടി തുടങ്ങിയത്. അതെന്താന്ന് വെച്ചാൽ ഭരിക്കുന്നവര് ചെയ്തോളും സാർ, ടെൻഷൻ അടിക്കാതിരിക്കല്ലേ. തൊലയാതോ? മറ്റു വീഡിയോകളൊന്നും ഇല്ല. ഇതാരാ? ഓ, ഉണ്ടയ്ക്ക് പിടിച്ചാ വത്സനടിക്കണ. എന്നാ ഞാൻ നിനക്കൊരു പാട്ടിടട്ടെ. നിന്റെ ചില കോണവധികാരമപരാധമായി തീരാം പറയുന്ന ചില തരങ്ങളും ഞാൻ പറയുന്നില്ല. ഇതൊക്കെയുള്ളൂ ഇവിടെ ചർച്ച ചെയ്യാൻ. മറ്റു വീഡിയോയുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് കേരള ജനക്കൂട്ടം വിക്കി തക്ബ രമ വേണു.